പാലാ കോട്ടയം റൂട്ടില് ചേർപ്പങ്കലിന് സമീപത്തായിട്ട് ഒരു 12 സെന്റ് സ്ഥലത്തില് 2750 സ്ക്വയർ ഫീറ്റ് ഒരു നില വീട്, കേരള തനിമയുള്ള ഒറ്റ നില വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോ നിൽക്കുക. നമ്മൾ പൊതുവെ വിൽക്കുവാനായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നവരൊരു പ്രയർ ഏരിയ എന്ന് സെറ്റ് ചെയ്യാറില്ല. ഇവിടെ ഒരു ഹോളുണ്ട്, ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഉണ്ട്, ഡൈനിങ് ഹാളുണ്ട്, അതുപോലെ തന്നെ ഫാമിലി ലിവിംഗ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രെയർ ഏരിയയും കൂടെ ചെയ്തിട്ടുണ്ട്. അതൊപ്പം 4 ബെഡ്റൂം, നല്ല വലിപ്പമുള്ള 4 ബെഡ്റൂം, 4ഉം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ലൊരു വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോവുക. ചോദിക്കുന്ന വില 1,25,00,000 രൂപ മാത്രം, നെഗോഷ്യബിൾ ആണ്. ചേർപ്പങ്കൽ അടുത്താണ്. ചേർപ്പങ്കൽ നമുക്കിപ്പോൾ അറിയാം, മെഡിസിറ്റി ഹോസ്പിറ്റല്, ബ്രില്യന്റ് എല്ലാം അടുത്തടുത്ത് വരുന്ന രീതിയിൽ എല്ലാം 5 മിനിറ്റും കൊണ്ട് നമുക്ക് ചെന്നെത്താൻ പറ്റുന്ന ദൂരത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന, ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്ത് കഴിക്കുന്ന നല്ലൊരു വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. മീനാച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ചേർപ്പങ്കലിന് സമീപത്താണ് നിൽക്കുക. ചേർപ്പങ്കലിന് സമീപത്തായിട്ട് ചേർപ്പങ്കൽ പള്ളിയുമായിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിൽ, മുത്തോലിയുമായിട്ട് വളരെ അടുത്ത് വരുന്ന രീതിയിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി വീണ്ടും ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന മേഖലയിൽ നല്ലൊരു 12 സെൻറ്റ് സ്ഥലത്തിൽ 2750 സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് വീടിൻ്റെ മുറ്റമൊക്കെ നമുക്ക് കാണാം. നല്ലൊരു ഗേറ്റ് കടന്ന് നമ്മൾ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നു. മുറ്റത്തേക്ക് പ്രവേശിച്ച് നമ്മൾ നല്ലൊരു ബാംഗിൾ സ്റ്റോണൊക്കെ ഇട്ടിരിക്കുന്ന നല്ലൊരു മുറ്റത്തേക്കാണ് പ്രവേശിക്കുന്നത്. മുറ്റത്തേക്ക് പ്രവേശിച്ച് ബാംഗിൾ സ്റ്റോണൊക്കെ ഇട്ടേക്കുന്ന നല്ലൊരു മുറ്റം. ഒരു 8-10 വണ്ടികൾ വന്നാലും കയറ്റിയിടാൻ പാകത്തിന് വലിപ്പമുള്ള നല്ലൊരു മുറ്റത്തേക്കാണ് നമ്മൾ കയറിയത്. മുറ്റമൊക്കെ നല്ല ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. നമ്മൾ സാധാരണ തന്നെ വീഡിയോയിൽ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കറങ്ങിയിട്ടിട്ടാണ് നമ്മൾ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. ഇതാണ് കിഴക്ക് ദർശനത്തിലുള്ള വീടാണ്. കിഴക്ക് ദർശനത്തിലുള്ള വീടിൽ വടക്ക് കിഴക്ക് മൂലയിൽ തന്നെ കറക്റ്റായിട്ട് കിണർ. ഇനി ആകപ്പാടെ വീടിൻ്റെ പണി പൂർത്തിയാക്കാനുള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ വീടിൻ്റെ ചുറ്റുമതിൽ ഒന്ന് പെയിൻ്റ് അടിക്കേണ്ടതുണ്ട്. ശക്തമായ മഴയായതുകൊണ്ടാണ് ചുറ്റുമതിലും കിണറിൻ്റെ വക്കും ഒന്ന് പെയിൻ്റ് അടിക്കാൻ ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ മഴയില്ലെങ്കിൽ ഒറ്റ ദിവസത്തെ പണിയും കൂടെ ഉള്ളൂ. മഴ പെയ്യുന്നത് കൊണ്ട് പെയിൻ്റ് അടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒറ്റ കാരണം. വീണ്ടും നമ്മൾ കടന്നു പോവുകയാണ്, നമ്മുടെ ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോവുകയാണ്. ഇത് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ, ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ഉള്ളൊരു മേഖല തന്നെയാണ്. എങ്കിലും ഒന്ന് സെപ്പറേറ്റായിട്ട് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കൂടി എടുത്തിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ബാക്ക് സൈഡിലൂടെ നമ്മൾ തേക്കിൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ് ബാക്ക് സൈഡിലെല്ലാം കൊടുത്തിരിക്കുക. ഇത് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് നമ്മൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഇവിടാണ്. സ്റ്റെയർ കേസ് കയറി നമുക്കൊന്ന് മുകളിലേക്ക് കാണാം. നമ്മളിപ്പോൾ വീടിൻ്റെ മുകളിൽ റൂഫിങ് എങ്ങനെയാണെന്ന് ചിലർക്കൊക്കെ ഐഡിയ ഇല്ല എന്നുള്ളത് തോന്നാറുണ്ട്. പലരും വിളിച്ച് ചോദിക്കുമ്പോൾ വാർക്കയുടെ മുകളിലാണ് റൂഫ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ റൂഫിങ് ഇതാണ്. ഒരു 100-150 പേരുടെ ഒരു ഫംഗ്ഷൻ നടത്താൻ സ്പേസ് ഉള്ള രീതിയിലാണ് റൂഫ് ചെയ്തിരിക്കുക. ഇവിടെ നമ്മൾ വീണ്ടും നമ്മുടെ കാർ പോർച്ച് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോവുകയാണ്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോകുമ്പോൾ ഇതാണ് നല്ല വിശാലമായ ഒരു കാർ പോർച്ച്. വീണ്ടും നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിരിക്കുന്ന മുറ്റത്തേക്ക് നമ്മൾ വന്നു. വീടിൻ്റെ വ്യൂവിലേക്ക് നമ്മൾ ഒന്നുകൂടി പോവുകയാണ്. നല്ലൊരു തലയെടുപ്പോട് കൂടി നിൽക്കുന്ന, നല്ലൊരു വിരിഞ്ഞു നിൽക്കുന്ന നല്ലൊരു വീട് എന്ന് തന്നെയാണ് ഈ വീടിനെ വിശേഷിപ്പിക്കാൻ പറ്റുക. നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. പില്ലറിലൊക്കെ നല്ല ഏറ്റവും കൂടിയ ഇനം ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ജനൽപ്പാളികൾ എല്ലാം തേക്ക് തന്നെയാണ്. മൊത്തം ജനൽപ്പാളികൾ തേക്ക് തന്നെയാണ്. ഫ്രണ്ട് ഡോറ് പാനൽ ചെയ്തിരിക്കുന്നത് എത്ര വലിയ പാനലിംഗ് ആണ് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഡോറാണ് നല്ലൊരു ഡിസൈനോട് കൂടി ചെയ്തിരിക്കുന്ന നല്ലൊരു ഡോറ്. ഒരു വീടിൻ്റെ തലയെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഫ്രണ്ട് ഡോറാണ്. അപ്പോൾ ആ ഫ്രണ്ട് ഡോറ് നല്ലൊരു പാനലിങ്ങോട് കൂടി നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്.
ഇവിടെ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ നമുക്ക് കാണാം. അവിടെ നമ്മുടെ സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കയറിയത്. നല്ല ഇൻറ്റീരിയർ വർക്കുകൾ, നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളുടെ സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനൊരു തേക്കിൻ്റെ പാനലിംഗ് ഒക്കെ നമുക്ക് കാണാം. നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി. നല്ല ഫാൻസി ലൈറ്റുകളാലും ഹാങ്ങിങ് ലൈറ്റുകളാലും നല്ല ഇൻറ്റീരിയർ പ്രൊഫൈൽ ലൈറ്റുകളാലും അലങ്കൃതമായ വിശാലമായ ഒരു ഡൈനിങ് ഹാളാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല വലിപ്പമാണ്. നമ്മൾ വീഡിയോ വൈഡ് ആംഗിളിൽ ഇട്ടെടുക്കുന്നത് കൊണ്ട് നമുക്ക് ചെറുതായിട്ട് തോന്നിയേക്കാം, പക്ഷെ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്. ഇത് നമ്മുടെ ഒരു ഫാമിലി ലിവിങ് ഏരിയയാണ് ഇവിടെ വന്നിരിക്കുക. ഫാമിലി ലിവിങ് ഏരിയയും തേക്കിൻ തടി കൊണ്ടുള്ള ഒരു കവറിംഗ് ആണ്, ഒരു പാർട്ടീഷൻ വർക്കാണ് ഇവിടെ കാണുന്നത്. നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ. അവിടെ നമുക്ക് നല്ല ഫ്ലവറൊക്കെ വെക്കാവുന്ന രീതിയിലൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും നല്ല പ്രൊഫൈൽ ലൈറ്റുകളാൽ ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളാൽ അലങ്കൃതമാണ്. ഇവിടെയാണ് TV യൂണിറ്റ് വരിക. ഇത് TV യൂണിറ്റ് ഇവിടെയാണ് വരിക. അവിടെയും നല്ല ഫോട്ടോസൊക്കെ വയ്ക്കാവുന്ന രീതിയിലൊക്കെ സ്റ്റെപ്പ് പോലെ തന്നെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ ഇതാണ്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യത്തിലേക്ക് പോവുകയാണ്. നല്ല വിശാലമായൊരു ബെഡ്റൂം, നല്ല വലിപ്പമുള്ള ബെഡ്റൂം. 2750 സ്ക്വയർ ഫീറ്റാണ് ടോട്ടലി. 2750 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുക. ടൈലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടിയതിന് 6:3 ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇത് അറ്റാച്ച്ഡ് ആണ്. അകത്തുള്ള ഡോറുകളെല്ലാം തേക്കാണ്. കട്ടള മുഴുവൻ ആഞ്ഞിലി, ഡോറുകൾ പാളികളെല്ലാം തേക്കാണ്. കബോർഡുകൾ നമുക്ക് കാണാം. കബോർഡും തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത്. നേരെ ഇവിടെ നമ്മുടെ ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിലേക്കാണ് കയറിയത്. ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലോസറ്റുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുക. നല്ല ക്ലോസറ്റുകൾ, അതുപോലെ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള നല്ല ജാഗ്വാർ, നല്ല സെറായുടെ ഫിറ്റിങ്സുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. സെറായുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറായുടെ സർവീസിങ് പക്കയാണ്. കാരണം നമുക്കൊരു ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് പറഞ്ഞാൽ ഒരു 12 മണിക്കൂറിനുള്ളിൽ തന്നെ വരുന്നതാണ് നമ്മൾ കാണുന്നത്. കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആൾ വന്ന് റിപ്പയർ ചെയ്തിട്ട് പോകും. അങ്ങനെ 10 വർഷ ഗ്യാരൻറ്റിയുള്ള ഫിറ്റിങ്സുകളാണ് ഈ കാണുന്നതെല്ലാം. ഷവർ, അതുപോലെ തന്നെയുള്ള എല്ലാ സംവിധാനങ്ങളും ഏറ്റവും ടോപ്പ് മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. സ്വിച്ചുകളൊക്കെ GMൻ്റെ സ്വിച്ചുകളാണ്. ഏറ്റവും വില കൂടിയ ഏറ്റവും നല്ല ടോപ്പായിട്ടുള്ള സ്വിച്ചുകൾ തന്നെയാണ്. ഇപ്പോൾ സ്വിച്ചുകൾ കൂടുതലും ആൾക്കാർ ഇതുണ്ട് GM ആണ്. അപ്പോൾ സ്വിച്ചുകളൊക്കെ ഏറ്റവും നല്ല ടോപ്പ് മെറ്റീരിയലുകൾ തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു മോഡലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഒരു ബ്ലാക്ക് കളർ സ്വിച്ച്. ഫാമിലി ലിവിങ് ഏരിയയിലാണ്. 3 ഫേസ് ആണ് വയറിങ്. 3 ഫേസ് വയറിങ്ങിൻ്റെ പോയിൻ്റൊക്കെ ഇവിടെ കണ്ടു നമ്മൾ. ഇവിടെ ചെറിയൊരു കോർട്ട്യാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു നമ്മുടെ ഈ അടിപൊളിയായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വീടിൻ്റെ മനോഹാരിത ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതാണ്. തേക്കിൻ തടി കൊണ്ട് തന്നെയുള്ള ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ചു. ജനൽപ്പാളികൾ, ആവശ്യത്തിനുള്ള ജനൽപ്പാളികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം വായുസഞ്ചാരം ഒരു ബെഡ്റൂമിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വീട്ടിലേക്ക് ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ വായുസഞ്ചാരം നല്ല രീതിയിൽ ലഭിക്കാവുന്ന രീതിയിലുള്ള ജനൽപ്പാളികളാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇവിടെയും കബോർഡ് വർക്കുകൾ, ഡ്രസ്സിങ് ഏരിയയിലാണ് കബോർഡ് വർക്കുകളെല്ലാം കൊടുത്തിരിക്കുക. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്, അതുപോലെ ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലോസറ്റുകൾ. നമുക്ക് വേണമെങ്കിൽ പാർട്ടീഷൻ വർക്ക് ചെയ്യാവുന്ന, ഡ്രൈ ഏരിയ പാർട്ടീഷൻ വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാ ടോയ്ലറ്റുകളും സെറ്റ് ചെയ്തിരിക്കുക. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് ഉണ്ട്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. നമ്മൾ മീനച്ചിൽ ഹോംസ് തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. സിവിൽ സ്കോർ പ്രശ്നമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളുണ്ട്, പക്ഷേ അതിന് ഉപാധികൾ ഉണ്ട്.
അങ്ങനെ നിങ്ങൾ നമ്മളെ ഒന്ന് ഫോൺ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉപാധികളൊക്കെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നേരെ 2 ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ നേരെ ഒരു പ്രെയർ ഏരിയയാണ് ഇവിടെ കാണുന്നത്. നേരെ ഡൈനിങ് ഹാൾ വഴി കയറി നമ്മുടെ പ്രെയർ ഏരിയയിലേക്ക് ചെന്നു. അതിഗംഭീരമായ ഒരു പ്രെയർ ഏരിയയാണ് ഇവിടെ കാണുന്നത്. നല്ലൊരു പ്രെയർ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആരുടെയും ശല്യമില്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊരു പ്രെയർ റൂം അത് എപ്പോഴും അത്യാവശ്യമാണ് എന്ന് തോന്നാറുണ്ട്. ശാന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ദൈവവുമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റുന്ന രീതിയിൽ നല്ലൊരു പ്രെയർ ഏരിയയാണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിരിക്കുക. വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ട് നമ്മുടെ ഡൈനിങ് ഹാൾ വഴി 2 ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്. 2 ബെഡ്റൂമിൻ്റെ കൂടി ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. തേക്കൻ തടിയുടെ ഒരു കലവറ തന്നെ എന്ന് പറയാം. കാരണം മൊത്തം ഉപയോഗിച്ചിരിക്കുന്ന തേക്കൻ തടിയാണ്. നല്ല ഇതുണ്ട്. ഈ നമ്മൾ കടന്നു പോകുന്ന സൈഡിലുള്ള പാർട്ടീഷൻ വർക്കുകളാവട്ടെ എല്ലാ കാര്യങ്ങളും തേക്കൻ തടി ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുക. ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. 3ാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. എല്ലാ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആണ്. ചേർപ്പങ്കൽ പള്ളി മെഡിസിറ്റി ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഒരു 2 കിലോമീറ്റർ ആയിരിക്കും. 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. നമുക്ക് മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനൊക്കെ നല്ല സൗകര്യമാണ്. അതുപോലെ തന്നെ ബ്രില്യൻറ്റിലേക്ക് പോകുവാനായിട്ട് നല്ല സൗകര്യമാണ്. ബ്രില്യൻറ്റ് കോളേജിലൊക്കെ പഠിപ്പിക്കുന്നവർ സാർമാർക്കൊക്കെ വേണമെങ്കിൽ ഈ വീട് സ്വന്തമാക്കിയാൽ പോകാനും വരാനൊക്കെ എളുപ്പമാണ്. ബ്രില്യൻറ്റിൽ അല്ലെങ്കിൽ മെഡിസിറ്റിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ വേണമെങ്കിൽ അവർക്കൊക്കെ ഈ വീട് ഏറ്റവും സൗകര്യപ്രദമായൊരു ലൊക്കേഷനിൽ തന്നെയാണ്. പാലാ ടൗണിലേക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരമായിരിക്കും ഏകദേശമുള്ളത്. അതുപോലെ തന്നെ കോട്ടയം പോകുവാനായിട്ട് കോട്ടയം സൈഡിലേക്കൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ മണർകാട്, പുതുപ്പള്ളി, കുറവലങ്ങാട് മേഖലയിലേക്കൊക്കെ പോകേണ്ടവർക്കൊക്കെ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള എല്ലാ സൈഡിലേക്കും ഈസി ആയിട്ട് ആക്സസ് ഉള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് ഇവിടെ. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വീട് മേടിക്കുവാനായിട്ട് പാലായിലേക്ക് വരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പാലായിലെ വീടുകളുടെ ഒരു പ്രത്യേകത ഇതുപോലെ തേക്കൻ തടികളാൽ നിർമ്മിതമായ കബോർഡുകൾ, ഡോറുകൾ, തടി കൊണ്ടുള്ള വർക്കുകൾ പാലായിലാണ് ഏറ്റവും കൂടുതൽ എന്നാണ് എല്ലാവരും പറയുക. മാത്രമല്ല കേരള സ്റ്റൈൽ വീടുകൾ, അതായത് ഇതുപോലെ റൂഫ് ചെയ്ത മോഡൽ വീടുകൾ പാലായിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അത് മറ്റ് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വീടുകൾ കാണാനില്ല. പക്ഷേ പാലായി ഏരിയയിൽ, അതുകൊണ്ട് തന്നെ പാലായുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ വന്ന് പാലായിലേക്ക് സെറ്റിലാകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രവുമല്ല വളരെ ശാന്തമായി ജീവിക്കാൻ പറ്റുന്നൊരു ലൊക്കേഷൻ. മറ്റ് അലമ്പുകൾ, രാഷ്ട്രീയ വഴക്കുകൾ, മതസ്പർദ്ധകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് അലമ്പ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് പാല. ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാം, ആർക്കും ഏതുവഴിയും നടക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ലൊക്കേഷനാണ് പാല. അതുകൊണ്ട് തന്നെ പാലായിൽ ഇപ്പം ഒരു സർക്കാർ ജോലിക്കാരൊക്കെ ആണെങ്കിലും അവരൊക്കെ പാലായിലേക്ക് താമസിക്കാം, അല്ലെങ്കിൽ ജോലിക്കായിട്ട് വന്നു ഒരു 4-5 വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് പെൻഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും പാലായിൽ തന്നെ സെറ്റിലാവണം എന്ന് പറഞ്ഞു വരുന്നവരെ കാണാറുണ്ട്. കാരണം ഇത്രയും ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു ലൊക്കേഷൻ വേറെ ഇല്ല എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുക. അപ്പോൾ പാലായിൽ തന്നെ ജീവിച്ച് വളരുന്ന നമ്മളെ സംബന്ധിച്ച് അറിയാവുന്നതിലും കൂടുതൽ മറ്റ് ഏരിയയിൽ നിന്ന് വന്ന് താമസിക്കുന്നവർക്കായിരിക്കും കുറച്ചുകൂടി പാലായെക്കുറിച്ച് അറിയാവുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ അങ്ങനെ സംസാരിച്ച് വന്ന് നമ്മുടെ കിച്ചണിലേക്ക്, ഈ വീടിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള കിച്ചണിലേക്ക് നമ്മൾ കയറി. ഇവിടെ മൊത്തം തേക്കൻ തടി കൊണ്ടുള്ള കബോർഡുകളാൽ നിർമ്മിതമായ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കിച്ചണാണ് നമ്മളിവിടെ കാണുന്നത്. മുഴുവൻ തേക്കൻ തടിയാണ് കബോർഡുകൾ. അതുപോലെ തന്നെ ഒരു സെമി ഓപ്പൺ കിച്ചണാണ്. ഇവിടെ എല്ലാം തലയെക്കെട്ടായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നതെല്ലാം ഇവിടെ തേക്കൻ തടി കൊണ്ട് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി. പുകയില്ലാത്ത അടുപ്പ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട്. മുകളിൽ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വർക്ക് ഏരിയയിലും വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള വീട്, അതിമനോഹരമായിട്ടുള്ള വീട്. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോയോടൊപ്പം കാണുന്ന നമ്പറിലേക്ക് വിളിക്കൂ.
എപ്പോൾ വേണമെങ്കിലും വിളിച്ച് വരാവുന്നതാണ് വീട് കാണുവാനായിട്ട്. നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഇഷ്ടമായെങ്കിൽ ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. നമുക്ക് വില നെഗോഷിയേറ്റ് ചെയ്യാം. നെഗോഷിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കാം. അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻറ്റ് വെക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അങ്ങനെ നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ പോകാൻ. ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. വെള്ളം കയറില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പറ്റാത്ത കിണർ വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയുടെ താഴെ നല്ല നല്ല കമൻറ്റുകൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി മീനച്ചൽ ഹോംസ് എന്നും നിങ്ങളോടൊപ്പം. കഴിഞ്ഞ 11 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏജൻസിയാണ് മീനച്ചൽ ഹോംസ്. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് അത് നിങ്ങൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ബാങ്ക് ലോണുകൾ, ആധാർ രജിസ്ട്രേഷന്, അതുപോലെ തന്നെ സർവേ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും, അതായത് ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് പോലെ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റുമായിട്ട് ഒരു വീട് മേടിക്കാൻ വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ആവശ്യം, ആ ആവശ്യങ്ങൾ മുഴുവൻ മീനച്ചൽ ഹോംസ് വഴി നടന്നു കിട്ടും. ഒട്ടും ടെൻഷൻ അടിക്കാതെ, റിസ്ക് എടുക്കാതെ നിങ്ങൾക്ക് ഒരു നല്ലൊരു വീട് സ്വന്തമാക്കാം. അപ്പോൾ മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമേ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.